താമരശ്ശേരി ചുരത്തിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു. റോഡ് വികസനത്തിന്റെ ഭാഗമായി ദേശീയപാത 766-ൽ താമരശ്ശേരി ചുരത്തിലെ 8-ാം വളവിൽ മുറിച്ചിട്ട മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതിനാലാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി ഗതാഗത നിയന്ത്രണം ഉണ്ടാകുക. രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ചുരത്തിൽ ഗതാഗത നിയന്ത്രണം. വിവരങ്ങളുമായി എസ് വിനീഷ് കുമാർ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും വിനീഷ്, 3 ദിവസത്തേക്കാണ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ എന്താണ്? അശ്വതി, ഇതിൽ പ്രധാനമായും വലിയ വാഹനങ്ങൾ, അതായത് ഭാരം കയറ്റിയ വാഹനങ്ങൾക്കാണ് വലിയ നിയന്ത്രണമുള്ളത്. ചെറുകിട വാഹനങ്ങൾ ഇടയ്ക്കിടെ മാത്രമാണ് കയറ്റിവിടുന്ന ഒരു സംവിധാനമുള്ളത്. എന്തായാലും 3 ദിവസം തുടർച്ചയായി തന്നെ ഇത് തുടരും. അതുകൊണ്ട് തന്നെ ഇത് യാത്രക്കാരെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കുറ്റ്യാടി വഴിയും നാടുകണി വഴിയും കടന്നു പോകണം എന്നാണ് പറയുന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നതും അതുപോലെ തന്നെ കണ്ണൂർ ഈ ഭാഗത്തു നിന്ന് വരുന്ന അതെല്ലാം തന്നെ, അതായത് ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ മറ്റു പല വഴിയിലൂടെ കടന്നു പോകണം. അതായത് നാടുകണിയും കുറ്റ്യാടി ചുരം ഉപയോഗിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ 8-ാം വളവിൽ റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരം മുറിച്ചിട്ടുണ്ട്. ഇത് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് മാറ്റുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തിയാകണമെങ്കിൽ ഞായറാഴ്ച മാത്രമേ ഇത് പൂർത്തിയാവുള്ളൂ. ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഈ ഒരു പ്രവൃത്തി പൂർത്തിയാവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുന്ന നടപടിയിലേക്ക് പൂർണ്ണമായ ഈ നിയന്ത്രണം നീക്കുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ചെറുകിട വാഹനങ്ങൾക്ക് ഇന്ന് കയറിപ്പോവാം, ഇന്നും നാളെയും മറ്റന്നാളും കയറിപ്പോവാം. പക്ഷേ അത് ഇടവിട്ട് നമുക്ക് ഒരുപക്ഷെ സമയത്തിനൊന്നും എത്താനുള്ള സാധ്യതയില്ല. വയനാട്ടിൽ എത്രയും പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുക. കാരണം അധികൃതർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മാത്രമായിരിക്കും വാഹനങ്ങൾ കയറ്റിവിടുക. ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് പൂർണ്ണമായും മറ്റു വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി കോഴിക്കോട് ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തു നിന്നെല്ലാം പോകുന്നവർ നാടുകാണി കുറ്റ്യാടി ചുരം ഉപയോഗിക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ വ്യക്തമാക്കിയിട്ടുള്ളത്.